ഇന്ന് നമ്മൾ ബീറ്റ്റൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് ഇങ്ങനെ കഷ്ണമാക്കണം, വേവിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പച്ചമുളക്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, തേങ്ങ, കറിവേപ്പില, കടുക്, ജീരകം, പിന്നെ ഇത് വറവിലേക്കുള്ളതാണ്. 2 വറ്റൽമുളക്, ഒരു ചെറിയ തണ്ട് കറിവേപ്പില, അതിലേക്കുള്ള കടുക്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ തൈര് 1 കപ്പ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ബീറ്റ്റൂട്ട് ആദ്യം വേവിക്കാം. ബീറ്റ്റൂട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, അതും ഇട്ട് നമുക്ക് വേവിച്ചിട്ട് കാണാം. അങ്ങനെ ബീറ്റ്റൂട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊരു സിമ്മിലിട്ടിട്ട് വേവിക്കുക. ഒരു 4 വിസിൽ വേണം. കുറച്ച് വേവ് ഉണ്ടാവും കേട്ടോ. ഇനി അത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് വേണ്ടത് ഒരു അരമുറി നാളികേരം, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ കടുക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടിയാണ് നമ്മൾ അരയ്ക്കേണ്ടത്. നല്ലവണ്ണം അരയ്ക്കണം കേട്ടോ, പേസ്റ്റായിട്ട്. ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ. വെള്ളം ചേർക്കാതെ ഇങ്ങനെ അരയ്ക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ നല്ലോണം പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് വെന്തോന്ന് നോക്കാം. 4 വിസിലാണ് ഇന്ന് വേവാൻ വേണ്ടി എടുത്തത്. ഇനി ഇത് നമ്മൾ ജാറിലിട്ടിട്ട് നല്ലവണ്ണം അരയണ്ട, ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് ഈ വെന്ത ബീറ്റ്റൂട്ടിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കളറ് മാറണം മിക്സ് ചെയ്യുമ്പോൾ. ഇതിന് നമുക്ക് ഈ അരപ്പിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ആക്കുമ്പോൾ തന്നെ ചെറിയൊരു തിള വന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് തൈര് ഒഴിക്കണം. ചെറിയ തിള വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കുറച്ച് ടൈം. അപ്പോൾ ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറും. ആ ഒരു പച്ചപ്പ് മാറി കിട്ടണം. അപ്പോൾ ഇത് തിളയ്ക്കുന്നുണ്ട്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളയ്ക്കാൻ പാടില്ല കേട്ടോ, അധികം തിളപ്പിക്കരുത്. അപ്പോൾ തൈര് ഒഴിക്കാൻ പോവുകയാണ്. തൈര് ഒഴിച്ചിട്ട് ഉപ്പ് നോക്കണം നമുക്ക്. അപ്പം നമ്മൾ നേരത്തെ വറവിന് വേണ്ട വെളിച്ചെണ്ണ, 2 വറ്റൽമുളക്, കടുക്, കറിവേപ്പില അതെല്ലാം കൂടി വറവിട്ടു. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഞാനിപ്പം ഇന്ന് കാണിച്ചത് ഒരു ബീറ്റ്റൂട്ട് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അളവ് വേണമെങ്കിൽ എല്ലാം നമ്മൾ ഇന്ന് കാണിച്ചതിൻ്റെ ഇരട്ടിയായി എടുത്താൽ മതി. തേങ്ങയാണെങ്കിലും തൈരാണെങ്കിലും ബീറ്റ്റൂട്ട് 2 എണ്ണം അങ്ങനെയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കി വെക്കുക എല്ലാവരും.